السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളെ സകലമാന ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സൂറത്തിനെ പറ്റിയാണ്. ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 27ാമത്തെ അധ്യായത്തെ പറ്റിയാണ്. വെറും 93 ആയത്തുകൾ മാത്രമുള്ള 27ാമത്തെ അധ്യായം. ആ അധ്യായത്തെ പറ്റിയാണ്, ആ ഒരു മഹത്വമേറിയ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ പൂവണിയാൻ വെറും ഒരു ആയുസ് കൊണ്ട്, വെറും 7 ദിവസം കൊണ്ട് ഇപ്രകാരം ഞാൻ ഈ പറയുന്ന മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു രീതിയിൽ ഈ ഒരു സൂറത്തിൽ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്നെ മുത്തുമിനീങ്ങൾ 7 ദിവസം കൊണ്ട്, ഒരു ആഴ്ച കൊണ്ട്, ഇന്നാണ് നിങ്ങൾ ഓതുന്നത്, ഇന്ന് നിങ്ങൾ ഓതുകയാണ്, ഇന്നത്തെ ദിവസം വീഡിയോ കാണുന്ന ഏത് ദിവസമായിക്കോട്ടെ, തിങ്കളാഴ്ചയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് ബുധനാഴ്ചയാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹം ഒരു മുറാദ്, ഒറ്റ മുറാദ്, ഒരു മുറാദ്, എന്തു മുറാദാണെങ്കിൽ എനിക്കൊരു വീടില്ല, ആ ഒരു വീടൊന്ന് സ്വപ്നം പൂവണിയണം. ഒരു ഹൈറായൊരു വീട്, കടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഒരു വീടെന്ന സ്വപ്നം പൂവണിയണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ട്. വലിയ ആഗ്രഹമാണ്, ധാരാളം വർഷക്കാലമുള്ള ആഗ്രഹമാണ്. ധാരാളം വർഷമായി കോട്ടേഴ്സിലാണ്, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി, അല്ലെങ്കിൽ മകളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ മകന്റെ വീട്ടിലാണ്. എനിക്കൊരു കൂര വേണം, അല്ലെങ്കിൽ എനിക്കൊരു കൂട് വേണം, എനിക്കൊരു വീട് വേണം എന്ന് ആഗ്രഹമുള്ള ധാരാളം ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ സമീപിക്കാറ്. ഇൻഷാ അല്ലാഹ് അവർക്ക് പറ്റിയ, അവർക്ക് ഉപകരിക്കുന്ന നല്ലൊരു അമലാണ് ഈ ഒരു സൂറത്തിന്റെ അമൽ. ഈ ഒരു സൂറത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അമൽ ചെയ്താൽ ആ ഒരു സ്വപ്നം പൂവണിയും, ആ ഒരു മുറാദ് ഹാസിലാകുക തന്നെ ചെയ്യും. എൻ്റെ മുത്തുമിനീങ്ങളെ, ഇത് മുറുകെ പിടിച്ചോ, ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിച്ചോ. 7 ദിവസം കൊണ്ട് വീടാവണമെന്നില്ല. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, 7 ദിവസം കൊണ്ട് വീടാവോ? എഞ്ചിനീയർമാർ പോലും അങ്ങനത്തെ അവകാശപ്പെടാറില്ലല്ലോ. അതല്ല, അതിന്റെ മാർഗങ്ങൾ തുറക്കും, അതിന്റെ റൂട്ടുകൾ എല്ലാം ഏകദേശം റെഡിയായ ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മകനെടുത്ത് തരാറിന്, അല്ലെങ്കിൽ മകളെടുത്ത് തരാറിന്, അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്തു തരാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് തരാന്ന് പറഞ്ഞ് പറയല് മതി, വീടായിക്കോളും. അങ്ങനത്തെ ഒരു നല്ലൊരു തീരുമാനം കിട്ടിയാ പോരെ. ഇൻഷാ അല്ലാഹ് അത് പൂവണിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പൂവണിയുമെന്നാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ഒരു സൂറത്തിനെ കൊണ്ട് അമലെടുത്താൽ എന്തു മുറാദായിക്കോട്ടെ, ജോലി, ഒരു ഹൈറായ ജോലി എനിക്ക് ലഭിക്കണം, ചൊല്ലിക്കോ, ഓദിക്കോ. എന്നെ മുത്തുമിനീങ്ങൾ ഓദിക്കോ. കുഞ്ഞിക്കാൽ ആഗ്രഹിക്കുന്നവര്, ധാരാളം വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാൻ ആഗ്രഹിക്കുന്നവര്, ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ഒരു കുഞ്ഞിനാഗ്രഹിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കൺകുളിർമയോടെ മക്കളെ കാണാൻ അല്ലാഹുവിന് ഭാഗ്യം കൊടുക്കണം. നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഒരു മകനെന്ന സ്വപ്നം, മക്കളെന്ന സ്വപ്നം പൂവണിയാൻ ഇൻഷാ അല്ലാഹ് ഓദിക്കോ. ഇത് ഓതി ഇൻഷാ അല്ലാഹ് വയറിലങ്ങ് തടവിക്കോ. ഇൻഷാ അല്ലാഹ് മകനാകും, കുട്ടികളാകും. എൻ്റെ മുത്തുമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. എന്തു മുറാദാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമയത്ത് ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ചുരുക്കി പറഞ്ഞുകൊണ്ട് ആ ഒരു സൂറത്തിനെ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് 7 നിബന്ധനകൾ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ എന്തു മുറാദും ഹാസിലാകും. മുഅ്മിനീങ്ങളെ, നിങ്ങളെ നടക്കാത്തൊരു മുറാദില്ലേ?
ആളില്ലേ, ഒരാഗ്രഹമില്ലേ, ഒരാഗ്രഹം വെച്ച് ഓദിക്കോ. ഒരാഗ്രഹം വെച്ച് ഇൻഷാ അല്ലാഹ് എത്ര ദിവസം കണക്ക് പറയും, എപ്പോഴാണ് ഓതേണ്ടത് സമയം പറയും. ഇൻഷാ അല്ലാഹ് ഈ 7 നിബന്ധനകൾ വെച്ച് ഇൻഷാ അല്ലാഹ് ഓതിയാൽ പൂവണിയാത്തത് എന്തും പൂവണിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, 7 നിബന്ധന നിങ്ങൾ പാലിക്കണം. നിങ്ങൾ പാലിക്കാൻ റെഡിയാണെങ്കിൽ ഓദിക്കോ. നിങ്ങളെ ഓദിക്കോ. അള്ളാഹു നിറവേറ്റി തരും. അള്ളാഹു അതിന്റെ മാർഗങ്ങൾ എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഈ മനോഹരമായിട്ടുള്ള ഈ സൂറത്ത്, വലിയ മനോഹരമായിട്ടുള്ള ഒരു സൂറത്താണ്. അതിന്റെ അവതരണവും വലിയ മനോഹരമാണ്. ഒരു ചരിത്രം ബേസ് ചെയ്തുകൊണ്ട്, ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൂറത്തിനെ പറഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ സൂറത്ത്? അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, നേരിട്ട് കൺസൾട്ടിംഗ് ഡേറ്റ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു, എൻ്റെ പ്രയാസങ്ങൾ ഒന്ന് അവതരിപ്പിക്കാൻ, അതിൻ്റെ പരിഹാരങ്ങൾ തങ്ങൾ പറഞ്ഞു തരികയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ സകലമാന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടങ്ങേറുകളും അള്ളാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. ഏതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത്? 27-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തുൻ നംല് അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. 93 ആയത്തുകളുള്ള സൂറത്തുൻ നംല് സൂറത്ത്. എന്താണ്? ഉറുമ്പ്. ആ ഉറുമ്പിന്റെ കാര്യങ്ങളാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന, ഉറുമ്പിന്റെ കാര്യങ്ങൾ പറയുന്ന സൂറത്തുൻ നംല് അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. ഓതുന്നവരാണ്. ഓതാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ തങ്ങളെ എങ്ങനെയാണ് ഇത് ഓതാൻ അറിയാത്തവരാണ്. ഞങ്ങൾ യാസീൻ ഓതാറുണ്ട്, മറ്റുള്ള സൂറത്തുകൾ ഓതാറുണ്ട്. സൂറത്തുൻ നംല് ഈ ഒരു സൂറത്ത് ഞങ്ങൾ ഓതാറില്ലല്ലോ. കേൾക്കുന്നവർ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇത് ഓതണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു നിബന്ധന ഇൻഷാ അല്ലാഹ് പാലിച്ചുകൊണ്ട് ഓതുക. ഖിറാഅത്തുകൾ ഉണ്ടാകും. നമ്മള് ബ്ലോഗ്സ് കാണുന്നവരാണ്, മറ്റുള്ളവരുടെ ബ്ലോഗുകൾ, ഫാമിലി ബ്ലോഗുകൾ കാണുന്നവരാണ്. ആ സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്നവരാണ്, ആ സമയം ഉണ്ടെങ്കിൽ സൂറത്തുൻ നംല് എന്ന് അടിച്ചു കൊടുത്താൽ, ഖുർആനിലുണ്ട്, യൂട്യൂബിലുണ്ട്, അടിച്ചു കൊടുത്താൽ ധാരാളം കാര്യമാര്, അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്ന ധാരാളം മഹത്തുക്കൾ, ധാരാളം ഇമാമുമാർ ഓതിയ വീഡിയോസ് നമുക്ക് കാണാം. അതിങ്ങനെ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം 10 പ്രാവശ്യം കേട്ടാൽ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓതി നോക്കി, അതിങ്ങനെ കേട്ട് അതോടുകൂടി ഇങ്ങനെ ഓതി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഓതാൻ, നിങ്ങളെ സിമ്പിളായിട്ട് ഓതാൻ അതിങ്ങനെ മുന്നിൽ വെക്കുക. ഒരു പണിയില്ല. ഓതാൻ അറിയാത്ത ആളുകൾ, ഓതാൻ സൂറത്തുൽ നംൽ ഇതുവരെ ഓതാത്ത ആളുകൾ ആ ഒരു ഖിറാഅത്തിനെ എന്ത് ചെയ്യാം? ഓണാക്കി വെച്ചിട്ട് പരിശുദ്ധമാക്കട്ടെ ഖുർആൻ ഉണ്ടെങ്കിൽ അതെടുത്ത് വളുഓടുകൂടി എടുത്ത് ഇൻഷാ അല്ലാഹ് അതോടുകൂടി ഓതിയാ മതി. ഒരു മുറാദ് മനസ്സിൽ കരുതിക്കൊണ്ട് സൂറത്തുൻ നംല് നമുക്ക് അടിക്കാൻ അറിയില്ല, മകനോട് അടിക്കാൻ പറയില്ല, മകളോട് അടിക്കാൻ പറയാം, അടിച്ചു തരാൻ പറയാ, യൂട്യൂബിൽ അടിച്ചു തരാൻ പറയാ. എന്നിട്ട് അടിച്ച് അതോടുകൂടി ഓതിയാ മതി. ഒരു പണിയില്ല. സൂറത്തുൽ നംലോ, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കുൻ നാസും ഫാത്തിഹയും യാസീനൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഓതായിരുന്നു. ഇതൊന്നും ഓതാൻ കഴിയില്ല. 93 ആയത്തും ഓതാൻ വെറുതെ ഒഴിവാക്കി കളയണ്ട, പായാക്കി കളയുന്ന മുത്തുമിനിങ്ങളെ ഇതുപ്രകാരം ഓത്. ഒന്നാമത്തെ നിബന്ധന, സൂറത്തുൽ നംൽ ഓതുമ്പോൾ നിങ്ങൾ ആഗ്രഹങ്ങൾ പൂവണിയണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹങ്ങൾ 7 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ പൂവണിയണമെങ്കിൽ ഇതുപോലെ വെറുതെ ഓതിയാ പോരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ അങ്ങനെ നമ്മൾ ഓതലില്ലേ? യാസീനൊക്കെ ഓതലില്ലേ?
ഫാത്തിഹ ഓതല്ലേ സ്പീഡ് 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 ആർക്ക് വേണ്ടിയാണ്? ആ പ്രകാരം ഓതുകയാണെങ്കിൽ നിങ്ങൾ ഓതാത്തതാണ് നല്ലത്. എന്തിനാണ് വെറുതെ? മഹ്റജില്ല, അക്ഷരശുദ്ധി ഇല്ല, തെറ്റോതാണ്. അങ്ങനെ ഓതാത്തതല്ലേ നല്ലത്. അർത്ഥം മാറും, അർത്ഥത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അർത്ഥങ്ങൾ മാറിയാൽ എന്തിനാണ് മുത്തുമിനീങ്ങളെ നമ്മൾ ഓതുന്നത്? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി സൂറത്തുൻ നംൽ വുളു എടുക്കുക. ഒന്നാമത്തെ നിബന്ധന വുളു എടുക്കുക. വുളുഓടുകൂടിയാകും. വുളു എടുത്തിട്ട് പരിശുദ്ധമാക്കട്ടെ ഖുർആൻ എടുത്ത് അഊദു ഓതുക. അഊദു രണ്ടാമത്തെ നിബന്ധന അഊദു ഓതുക. അപ്പൊ എന്തുണ്ടാവൂല? ശൈത്താന്റെ ഷെറുകള് സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ ഓട്ടുവായിയുടെ ഉറക്കം വരെ ഇത് കയ്യൂല, ഇതിനെ കൊണ്ട് കയ്യൂല, ഇതെങ്ങനെ ഓതുക? 93 ആയത് ഇതുകൊണ്ട് കയ്യണില്ലല്ലോ, അങ്ങനൊക്കെ വിചാരിച്ച് അതൊന്നും നടക്കൂല. ഈ 7 ദിവസത്തുള്ള എങ്ങനെ നടക്കാനാ? ആഗ്രഹങ്ങൾ പോവണി. ആ തങ്ങൾ വെറുതെ പറയാണ്, അതൊന്ന് കേട്ട് ഇനി വേറെ എന്തെങ്കിലും നോക്കാം, വേറെ എന്തെങ്കിലും ചെറുതുണ്ടോ നോക്കാം, ചെറിയൊരു ദിക്റുണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഇസ്മുകളുണ്ടോ നോക്കാം. ഇതൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. ശൈത്താന്റെ ഷെറാണ്. ശൈത്താൻ ഇങ്ങനെ നമ്മളങ്ങനെ പേപ്പിക്കാണ്, നിങ്ങളെ പേപ്പിക്കാണ്. അതിൽ നിന്ന് മുക്തത ഉണ്ടാവണമെങ്കിൽ അഊദു കൊണ്ട് തുടങ്ങുക. രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തത് തെറ്റില്ലാതെ ഓതുക. തെറ്റുകൂടാതെ ഓതുക. തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൂടെ ഓതുകയാണെങ്കിൽ നമ്മൾ അർത്ഥം വരെ അതിൽ വ്യതിയാനം ഉണ്ടാകും, അർത്ഥത്തിൽ വരെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓതിയിട്ട് കാര്യമില്ല. തെറ്റുകൂടാതെ ഓതുക. നാലാമത്തത് മഹ്റജ് ശ്രദ്ധിക്കുക. ഓരോ അക്ഷരത്തിനും അതിൻ്റെതായിട്ടുള്ള മഹ്റജ് ഉണ്ട്. അത് ശ്രദ്ധിച്ചു ഓതുക. അഞ്ചാമത്തത് നിയ്യത്ത് ശരിയാക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. എന്ത് അമലെടുക്കുകയാണെങ്കിലും അതിന്റെ നിയ്യത്ത് ക്ലിയർ ആവണം. മുഅ്മിനീങ്ങളെ, നിയ്യത്ത് റെഡിയാവണം. എന്ത് നിയ്യത്ത് റെഡിയാവണം? ഇതെന്റെ ആഗ്രഹങ്ങൾ മാത്രം പൂവണിയണമെന്ന് മനസ്സിൽ കരുതി മാത്രം ഓതരുത്. ഇതുകൊണ്ട് എനിക്കൊരു കൂലി വേണം. അടുത്തത് അത് പറയുന്നുണ്ട്. അഞ്ചാമത്തെ നിബന്ധന. ആറാമത്തെ നിബന്ധന അത് പറയുന്നുണ്ട്, കൂലി കാക്ഷിച്ചോതുക എന്നുള്ളത്. അഞ്ചാമത്തത് നിയ്യത്ത് ശരിയാക്കുക. നമ്മളെ നിയ്യത്ത് റെഡിയാണെങ്കിൽ ആർക്കോ വേണ്ടി, തങ്ങളത് പറഞ്ഞതല്ലേ, ഞാൻ ഓതി നോക്കുക. കിട്ടിയാ കിട്ടട്ടെ, ഇട്ടാലൊരു ചൂണ്ട, കിട്ടിയാലൊരു മീന്, നമ്മൾ പറയാല്ലേ. അതുപോലെ ആവരുത്. നിയ്യത്ത് എന്ത് ചെയ്യണം? ക്ലിയർ ആവണം. ഇഖ്ലാസോടുകൂടി എന്റെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കിതുകൊണ്ട് കൂലി ഉണ്ടാവട്ടെ, ഞാൻ ഓതിയതിന്റെ ഒരു പ്രതിഫലം എനിക്ക് ഉണ്ടാകട്ടെ, എന്റെ അക്കൗണ്ടിൽ ഉണ്ടാകട്ടെ എന്നൊരു നിയ്യത്തോടു കൂടി ആവണം ഓതണം. നമുക്ക് ഹൈറായത് മാത്രം അള്ളാഹു അടുപ്പിക്കൊള്ളൂ. ഒരാളുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു വീട് വേണം. അവനൊക്കെ അപ്പുള്ള ഹൈറാണ്, വീട് ഹൈറാണെങ്കിൽ അള്ളാഹു അടുപ്പിച്ചു തരും. നിങ്ങളെ ആ ഓതലോടുകൂടി അള്ളാഹു അടുപ്പിച്ചു തരും. അല്ലെങ്കിൽ എനിക്കൊരു ഹൈറായൊരു ജോലി, ഈ ഒരു കമ്പനിയിൽ എനിക്കൊരു ഹൈറായ ജോലി വേണം. ദിവസത്തിനായിട്ടും ഓതിയിട്ടും കാര്യം റെഡിയാവുന്നില്ലെങ്കിൽ നിങ്ങളെ നിയ്യത്ത് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഓതിയതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇഖ്ലാസ് പോരാ. അതാണ് കാരണം, വേറൊരു കാരണമല്ല. ഈ അമലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു നിബന്ധന കൂടി ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതുക, നിയ്യത്ത് റെഡിയാക്കുക. ആറാമത്തത് പ്രതിഫലം കാക്ഷിച്ചോതുക. പ്രതിഫലം വേണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് എന്റെ ആഗ്രഹം മാത്രം പൂവണിയണമെന്നുള്ള നിയ്യത്ത് മാത്രം പോരാ. ഇതുകൊണ്ട് എനിക്ക് പ്രതിഫലം വേണം, കൂലി വേണം. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സൂറത്ത് കൊണ്ട് വിജയം വേണം. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്താണല്ലോ നമ്മൾ ഓതുന്നത്. സൂറത്തിനെയാണ് ഓതുന്നത്. 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിനെയാണ് ഓതുന്നത്. ഇത് ഓതിക്കൊണ്ട് എനിക്ക് പ്രതിഫലം വേണം. എന്റെ ആഗ്രഹങ്ങൾ മാത്രം പോണിഞ്ഞാൽ പോരാ, എനിക്കിത് കൊണ്ടുള്ള കൂലി വേണം, പ്രതിഫലം വേണം എന്നുള്ള ഒരു നിയ്യത്ത് കൂടി മനസ്സിൽ കരുതുക. അത് വേണം. ഏഴാമത്തത്
ഈ ഒരു സൂറത്തിനെ പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്യാം. ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിയാണോ നീ ഒരു സൂറത്തിനെ പാരായണം ചെയ്തത്, ആ ആഗ്രഹം അല്ലാഹു പൂവണിച്ചു തരും. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓതുക, തെറ്റില്ലാതെ കൂടെ ഓതുക. മഹ്റജ് ശ്രദ്ധിക്കുക. പിന്നെയോ നിയ്യത്ത് ശരിയാക്കുക. പിന്നെയോ പ്രതിഫലം കാംക്ഷിച്ച് ഓതുക. പിന്നെയോ 7ാമത്തെ ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേട്. ഏത് സമയത്താണ് ഇത് ഓതേണ്ടത്? 2 സമയങ്ങളാണ് പറ്റിയ സമയം. ഒന്ന് മഗ്രിബിന്റെ ശേഷം ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ സമയം അല്ലേ, ബെറ്റർ സമയമാണ്. ഉത്തരം കിട്ടാൻ ബെറ്റർ സമയമാണ്. 2ാമത്തെ സമയം സുബ്ഹിന്റെ ശേഷം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. തയ്യാറല്ലേ മുഅ്മിനീങ്ങളെ? തയ്യാറാണ്. വെറും 93 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൻ നംൽ, ഉറുമ്പിന്റെ കഥ പറയുന്ന സൂറത്തുൻ നംലിനെ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. ഏതാണ് ആ സൂറത്ത്? അതിന്റെ തുടക്കം എങ്ങനെയാണ് വരുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ. തിൽക ആയാതുൽ ഖുർആനി വകിതാബിൻ മുബീൻ. ഈ ഒരു സൂറത്താണ് അതിന്റെ തുടക്കം വരുന്നത്. ഈ ഒരു സൂറത്തിനെ വെറും 93 ആയത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓതിയാ മതി. ഒരു സ്ക്രീനിൽ ഓണാക്കിയിട്ട്, യൂട്യൂബിൽ ഓണാക്കിയിട്ട് ഖുർആൻ എടുത്തിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഓതുക. മെല്ലട്ടാ മതി. ഫാസ്റ്റ് ആക്കിരണ്ട, സ്ലോ ആക്കിയിട്ടിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ മെല്ലെ ഓതിയാ മതി. 2 പ്രാവശ്യം പിന്നെ നമുക്ക് ഇങ്ങനെ ബൈഹാർട്ടാകും. ഒരു 3 പ്രാവശ്യം ഓതുമ്പോൾ ആ കാര്യം എങ്ങനെയാണ് ഓതുന്നത് അതുപോലെ നമുക്ക് ഓതാൻ കഴിയും. അതുപോലെ നമുക്ക് ഈണത്തിൽ, നല്ല ശബ്ദമുള്ള ആളാണെങ്കിൽ നല്ല രസമായിട്ട് നല്ല ഈണത്തിൽ ഓതാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. 7 ദിവസം കൊണ്ട് മുറാദ് ഹാസിലാകും. മുറാദ് ഹാസിലാകും. ഈ ഒരു 7 നിബന്ധന വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതി നോക്ക്. അത്ഭുതമാണ് ഈ സൂറത്ത്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. അല്ലെങ്കിൽ മഹാന്മാർ വെറുതെ പറയില്ലല്ലോ. ഈ സൂറത്തിനെ പരിചയപ്പെടുത്തി തരൂലല്ലോ. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തി തന്നതാണ് ഈ സൂറത്ത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഓത്. അള്ളാഹു സ്വീകരിക്കും, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ സയ്യിദിയ മജ്ലിസ് 5:30 നമ്മുടെ സയ്യിദിയ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക. 1000 പങ്കെടുക്കുന്ന വലിയ മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ഈ മജ്ലിസിൽ ഒരു ഭാഗവാക്കാവുക, ഒരു അംഗമാകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.